ഇനി ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പണി പൂർത്തിയാവാത്ത പദ്ധതികളെ പരിചയപ്പെടുത്തുന്ന മീഡിയ വണ്ണിന്റെ സ്പെഷ്യൽ സെഗ്മെന്റാണ്. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം ഇന്നും കായിക താരങ്ങൾക്ക് അപ്രാപ്യമായി തുടരുന്നു. കോടികൾ ചെലവഴിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മാർച്ചിൽ ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും സ്റ്റേഡിയം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ അവശേഷിക്കുന്ന സാങ്കേതിക പ്രശ്നങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് വിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. വിഷ്ണു, എന്താണ് ഇപ്പോൾ ഈ സ്റ്റേഡിയം തുറന്നു കൊടുക്കാത്തതിന് കാരണമായി അധികൃതർ പറയുന്നത്? പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ് എന്റെ പിറകിൽ കാണുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഈ സ്റ്റേഡിയം അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കിഫ്ബിയിൽ നിന്നും 47.9 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയും സ്ഥലം MLA കൂടിയായ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് കൌൺസിലായിരുന്നു ഇതിന്റെ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ ഇതിന്റെ പണികളെല്ലാം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നതൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ തുടക്കം കുറിച്ചിരുന്നു. ഇതിന്റെ ആലോചനാ യോഗത്തിനൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടായത് വലിയ രാഷ്ട്രീയ ചർച്ച തന്നെയായിരുന്നു. കാരണം ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് ഈ പണികൾ പൂർത്തീകരിക്കാതെ തന്നെ മന്ത്രി ഈ പറയുന്ന ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത് വലിയ തരത്തിൽ തന്നെയാണ് വിവാദം ആയത്. അതുകൊണ്ട് തന്നെ ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്നൊക്കെ പ്രതിപക്ഷം മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 47.9 കോടി രൂപയായിരുന്നു കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഗ്യാലറി, അതുപോലെ തന്നെ സിന്തറ്റിക് ട്രാക്ക്, നീന്തൽക്കുളം തുടങ്ങിയ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി തന്നെയായിരുന്നു ഈ പറയുന്ന സ്റ്റേഡിയത്തിന്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്ലാനൊക്കെ പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന ഉദ്ഘാടനം നടത്താൻ ആണ് മന്ത്രി തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതു കമ്മിറ്റി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ വിളിച്ചിരുന്നു. ആ കമ്മിറ്റിയിലൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ പറയുന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഈ പറയുന്ന ഉദ്ഘാടനം വലിയ തരത്തിൽ തന്നെ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. പക്ഷേ മന്ത്രി പറയുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ പറയുന്ന ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിരുന്നു. അന്ന് കായിക മന്ത്രി അബ്ദുൾ റഹ്മാനെയായിരുന്നു ഉദ്ഘാടനത്തിന് വിളിച്ചതെങ്കിൽ അന്ന് മന്ത്രി വന്നില്ല. അന്ന് വീണ ജോർജ് തന്നെയായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. ഇപ്പോഴും എന്റെ പിറകിൽ കാണാം അതിന്റെ അവസാനഘട്ട പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതിന് മുൻപിൽ തന്നെ ഉദ്ഘാടനം നടത്തണമെങ്കിൽ അതിന്റെ പുറകിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന ഇലക്ഷൻ മുൻപിൽ കണ്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടാണ് സ്ഥലം MLA കൂടിയായ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്ഘാടനം നടത്തിയത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതിന്റെ പണികളൊക്കെ പുരോഗമിക്കുന്ന സാഹചര്യമുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ഇലക്ഷന് ശേഷമാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇതിന്റെ പണികളിൽ പല കാര്യങ്ങളും ഈ പറയുന്ന സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള കാര്യങ്ങളുടെ പണികൾ പുരോഗമിച്ചത്. ഏതായാലും വലിയ ചർച്ച തന്നെ ആവുകയാണ് ഇതിന്റെ ഉദ്ഘാടനം മുന്നമേ നടത്തിയത്.